നമസ്കാരം. പ്രധാന വാർത്തകൾ. മലബാർ മേഖലയോട് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ്. സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. ബാർ ഉടമകളോട് കാണിക്കുന്ന അനുകമ്പ വിദ്യാർത്ഥികളോട് സർക്കാരിനില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയോടുള്ള ചിറ്റമ്മ നയം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. പെരിഞ്ഞനം ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം. പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുടമകളുടെ പേരുസഹിതം പ്രദർശിപ്പിച്ചു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ രാജി. AV ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. AVയുടെ സമ്മർദ്ദ തന്ത്രമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച V രവീന്ദ്രൻ. AV ഗോപിനാഥിന്റെ നിലപാടുകൾ തികഞ്ഞ രാഷ്ട്രീയ നന്ദികേടെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഞ്ചന രാഷ്ട്രീയം പെരിങ്ങോട്ടുകുറിശിയിൽ വിലപ്പോകില്ലെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ. കൊടുങ്ങല്ലൂരിൽ 12-കാരന്റെ മുങ്ങിമരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനാപ്പുഴ കാവിൽക്കടവ് സ്വദേശി ജാക്സന്റെ മകൻ ഷോണിനെ. ആത്മഹത്യാക്കുറിപ്പിൽ ഷോൺ പഠിക്കുന്ന സ്കൂളിന്റെ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്ന സൂചന. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത് ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രി ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിത ഇടപെടൽ. പൂണിത്തറ കാരക്കാട് തോട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാർഷിക ആവശ്യത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും സഹായകരമായ തോട് മലിനം. രൂക്ഷമായ മലിനീകരണവും കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായെന്ന് കർഷകർ. നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി നൽകിയതായി ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. ഭീതിയോടെ തൃശൂർ കോടശ്ശേരി രണ്ടുകൈ പ്രദേശം. മതിലകം തൃപ്പേക്കുളം കനാലി കനാലിൽ വളർത്തുമത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച പന്നി തല തകർന്നു ചത്ത സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കം. 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നത് 5 നില കെട്ടിടം. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് നഗരസഭാ അധികൃതർ. വാർത്തകൾ വിശദമായി. മലബാർ മേഖലയോട് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മലബാറിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PMA സലാം. ബാർ ഉടമകളോട് കാണിക്കുന്ന അനുകമ്പ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സർക്കാർ കാണിക്കുന്നില്ലെന്ന് PMA സലാം കുറ്റപ്പെടുത്തി. തുടർ പഠനത്തിനായി എന്തു ചെയ്യണമെന്നറിയാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മലബാർ മേഖലയിൽ പകച്ചു നിൽക്കുകയാണ്. ഇവർക്ക് നീതി ലഭ്യമാക്കണം. പ്രശ്നപരിഹാരത്തിനാവശ്യമായ +1 ബാച്ചുകൾ അനുവദിക്കാത്ത പക്ഷം ലീഗ് സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തിരുവിതാംകൂറിനോടും മലബാറിനോടും 2 തരം നീതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്നത്. തെക്കൻ മേഖലയിൽ ഒരു ക്ലാസ്സിൽ 25 കുട്ടികളാണെങ്കിൽ മലബാർ മേഖലയിലെ ക്ലാസുകളിൽ 60 കുട്ടികൾ ഇരിക്കേണ്ടി വരുന്നു. സീറ്റ് വർദ്ധിപ്പിക്കുകയല്ല, ബാച്ച് വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അധ്യാപക നിയമനം നടത്താതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിയെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. ഇഷ്ടക്കാരെ താൽക്കാലിക അധ്യാപകരാക്കുകയാണ്. വീഴ്ചകൾ മറച്ചുവെക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും PMA സലാം മുന്നറിയിപ്പ് നൽകി. ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം ഓരോരുത്തർക്കും അറിയാം. ഈ രക്ഷിതാക്കളെ പ്രതിഷേധവുമായി വരുന്നത് ഈ പരാതി ഉള്ളത് കൊണ്ടല്ലേ. പിന്നെ പഠിച്ച് പാസ്സായ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പരാതിയുമായി ഹൈക്കോടതിയിൽ പോവുകയാണ്. അത് സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അപേക്ഷയായി പോകുക. ഏതാ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം കുരുട്ടു ബുദ്ധികൾ കൊണ്ട് കേരളത്തില് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് പരിഹാരമാകില്ല. കാർത്തികേയൻ കമ്മീഷൻ പറഞ്ഞ പോലെ അഡീഷണൽ ബാച്ചുകൾ ഉണ്ടാക്കണം. മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. കളത്തിൽ അബ്ദുള്ള, MA സമദ്, PA സലാം, MM ഹമീദ്, PA തങ്ങൾ, PT മുഹമ്മദ്, KKA അസീസ്, MS അലവി, മുജീബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പിടിച്ചെടുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 26 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിനിടെ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെ 6 മണി മുതലും നടത്തിയ പരിശോധനയിലാണ് കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത്. പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ആരോഗ്യവകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 26 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് 9 ഇടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത്. പിടിച്ചെടുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. ഇതിനിടെ ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം വി രവീന്ദ്രൻ രാജിവെച്ചു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് രാജി. എ വി ഗോപിനാഥിന്റെ സമ്മർദ്ദതന്ത്രമാണ് രാജിക്ക് കാരണമെന്ന് വി രവീന്ദ്രൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 5-ന് ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയത്. എ വി ഗോപിനാഥിന്റെ ഭീഷണിക്ക് വഴങ്ങി ഭരണസമിതിയിലെ 9 അംഗങ്ങളിൽ 7 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. ഇതാണ് രാജിക്ക് കാരണമെന്ന് രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭരണസമിതി അംഗമല്ലെങ്കിലും എ വിയുടെ ഏകപക്ഷീയ തീരുമാനമാണ് ബാങ്കിൽ നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്തതാണ് അവിശ്വാസ പ്രമേയത്തിന് ഇടയാക്കിയത്. മെയ് 30-ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. ഇഷ്ടക്കാർക്കായി വൻതോതിലാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഭരണസമിതി അറിയാതെ എ വി ജീവനക്കാരുടെ സഹായത്തോടെ പലവിധ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ ആരോപിച്ചു. ബാങ്കിനായി കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി സെന്റിന് 3 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എഴുതിയെടുത്തു. മുറ്റത്തമുല്ല പദ്ധതിയിലും ജീവനക്കാരെ നിയമിച്ചതിലും വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്തതും എ വിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനായി പ്രവർത്തിച്ചതും പ്രകോപനത്തിന് കാരണമായി. ബാങ്ക് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയും കൂട്ടിച്ചേർക്കൽ നടത്തിയും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ആനുകൂല്യം പറ്റി കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കുന്ന വഞ്ചനാ സമീപനമാണ് എ വി ഗോപിനാഥ് സ്വീകരിക്കുന്നത്. 4500ഓളം കോൺഗ്രസ് അംഗങ്ങളുള്ള സഹകരണ ബാങ്കിനെ CPMന്റെ തൊഴുത്തിൽ കെട്ടാനായി അംഗങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കിന്റെയും പഞ്ചായത്ത് ക്ഷീരസംഘം ഭരണങ്ങളും കോൺഗ്രസിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നെഞ്ചത്ത് ചേർത്തിക്കൊണ്ടാണ് ഈ ചേർപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയാണ്. അവിടെ എന്ത് നടക്കുന്നത് ചെയ്യണം. കുടുംബശ്രീക്കാരാണെങ്കിൽ ഒരുപാട് ഈ നമ്മുടെ മുറ്റത്തമുല്ല അങ്ങനെയുള്ള ഓരോ ബാങ്കിൽ നിന്ന് എടുത്ത അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് മുറ്റത്തമുല്ലയുടെ ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരാളാണ്. ഏതിനെടുത്താലും കമ്മീഷൻ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇയാളത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസിൽ നിന്ന് കൈച്ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വോട്ട് വാങ്ങി പഞ്ചായത്തിന്റെ നാളിത് വരികയും അതിൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന കുറച്ചെങ്കിലും ഒരു മാനും നാണും ഉണ്ടെങ്കിൽ എന്തായാലും അയാൾ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ബാങ്കും ഇതുപോലെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ 6000-ഓളം മെമ്പറാണ് അതിലുള്ളത്. ഈ 6000 ചില്ലാനം മെമ്പർമാരെയും അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ CPMന് കൊടുക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുകയാണ് ഈ ബാങ്ക്. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ബാങ്ക് അവധിയാണ്. ഞായറാഴ്ച ബാങ്ക് പ്രവർത്തിക്കില്ല. അന്ന് തുറന്നു വെച്ച് മെമ്പർഷിപ്പ് അടിച്ചു കയറ്റിലായിരുന്നു ഇവരുടെ പണി. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അയാൾ എന്താണോ പറയുന്നത് അതാണ് അവിടെ നടക്കുന്നത്. വേറൊരാൾക്ക് ഒന്നിനും കഴിയില്ല. എ വി ഗോപിനാഥിന്റെ കുതന്ത്രങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് S. സുരേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPMുമായി ചേർന്ന് എ വി നടത്തുന്ന വഞ്ചനാ രാഷ്ട്രീയം പെരിങ്ങോട്ടുകുറിശിയിൽ വിലപ്പോകില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോപിനാഥൻ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശ രീതിയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം എനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പുള്ളിക്ക് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രവർത്തനമായിട്ട് സഹകരിക്കരുതെന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഭാരവാഹികൾ
ജെമിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റമാണ് എന്നിൽ കാണുന്നത്. ഈ അവിശ്വാസ പ്രമേയം കൊടുക്കുന്നത്. കെ കൃഷ്ണൻകുട്ടി, പി കെ രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിനി 27 വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് തൊട്ടിപ്പാലം വരെ പോകുന്ന KSRTC ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത്. ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന അനുഭവപ്പെട്ടു. ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതി ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഉടൻ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്തു. ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അമ്മയ്ക്കും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിത ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 12-കാരന്റെ മുങ്ങിമരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ആനാപ്പുഴ കാവിൽക്കടവ് സ്വദേശി പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ ഷോണിനെയാണ് ആനപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ മുതൽ ഷോണിനെ കാണാനില്ലായിരുന്നു. കുട്ടിക്കായി അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയതായി മാതൃസഹോദരൻ സ്ഥിരീകരിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടി പഠിക്കുന്ന കോട്ടയം രാജഗിരി സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്നും മാതൃസഹോദരൻ വ്യക്തമാക്കി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തുന്നു. തൃശൂർ കോടശ്ശേരി രണ്ടുകൈ പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് അലഞ്ഞുതിരിയുകയാണ് കാട്ടുപോത്ത്. കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. കാട്ടുപോത്ത് പറമ്പുകളിലും തോട്ടങ്ങളിലും മേഞ്ഞു നടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മുറിവേറ്റ നിലയിലാണ് കാട്ടുപോത്തെന്ന് സംശയമുണ്ടെന്നും ജനങ്ങളുടെ ഭീതി മാറ്റാൻ വനം വകുപ്പ് ഇടപെടണമെന്നും വാർഡ് മെമ്പർ MJ റിജോ ആവശ്യപ്പെട്ടു. ഉൾക്കാട്ടിലേക്ക് കാട്ടുപോത്തിനെ മാറ്റണമെന്ന ആവശ്യത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 1974 റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ ഓർമ്മ പുതുക്കി ഷൊർണൂരിൽ സുവർണ ജൂബിലി ആഘോഷം നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസിക സമരത്തിന്റെ സ്മരണകൾ ആവേശകരമാണെന്ന് MLA പറഞ്ഞു. റെയിൽവേ എന്ന് പറഞ്ഞ ഏറ്റവും പ്രാമാണികമായ ലക്ഷക്കണക്കായ ആളുകൾ പണിയെടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ആ മേഖലയിൽ ആളുകളെ പോലെ പണിയെടുക്കുന്ന തൊഴിലാളികളെ മനുഷ്യരായിട്ട് പരിഗണിക്കണം. മനുഷ്യരായിട്ട് പരിഗണിക്കുമ്പോൾ നൽകേണ്ട പരിഗണനകൾ കൊടുക്കണം. തൊഴിലാളികളായി അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കേണ്ട വേതന വകുപ്പുകളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇല്ലാതിരുന്ന ഈ റെയിൽവേ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ യൂണിയനുകൾ സംഘടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഹാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. AILRSA ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് KK കേശവൻ അധ്യക്ഷത വഹിച്ചു. DREU ഡിവിഷണൽ പ്രസിഡന്റ് P രഘുനാഥ് സ്വാഗതം പറഞ്ഞു. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. DREU ഡിവിഷണൽ സെക്രട്ടറി R മണി, AISMA നേതാവ് മിലിത് മോഹൻ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. DREU ബ്രാഞ്ച് സെക്രട്ടറി KK കിരൺദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SFI ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലെ ഗാസ നഗറിൽ നടന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുകയാണ്, ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് തെരുവോരങ്ങൾക്കകത്ത് മുട്ടിച്ചുരുട്ടുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ക്രിയാത്മകമായ ചർച്ചകൾ, ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വിജയിപ്പിക്കാൻ സാധിക്കണമെന്ന് ആമുഖമായ സൂചിപ്പിച്ചു നോക്കുകയാണ്. പറഞ്ഞു
SFI ഏരിയ പ്രസിഡന്റ് A. മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TM ദുർഗാദാസൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം KC നിമേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, സ്വാഗത സംഘം ചെയർമാൻ MIA റസാഖ്, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് K. പ്രേംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം അബു ഫാസിൽ, CR രജിഷ, റോഷൻ ചന്തു, O. രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ പ്രാരംഭ പ്രവർത്തികൾക്ക് തുടക്കമായി. 10 കോടി രൂപ ചെലവിൽ 5 നില കെട്ടിടമാണ് ഉയരുക. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഈ വർഷാവസാനം നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പട്ടാമ്പി നഗരസഭ പുതിയ കെട്ടിടത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പില്ലറിനാവശ്യമായ പൈലിംഗ് പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ നിലവിലെ മത്സ്യ മാർക്കറ്റിന് സമീപമായാണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. 10 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഈ വർഷാവസാനം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ, അത്യാധുനിക രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസ്, പ്രത്യേക ഇരിപ്പിടങ്ങൾ, അതായത് ജനങ്ങൾക്ക് വന്നാൽ അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളും ബാത്റൂം സൗകര്യങ്ങളടക്കം കേരളത്തിലെ ആദ്യമായി സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോടു കൂടിയിട്ടാണ് 5 നിലകളിലായി പട്ടാമ്പി നഗരസഭയുടെ പുതിയ കെട്ടിടം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും വളരെ സുഗമമായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നഗരസഭയിലെത്തി അവരുടെ കാര്യങ്ങൾ നടത്തി പോകാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ രീതിയിൽ തന്നെ ഒരു മീറ്റിംഗ് ഹാളും അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ്, അത്യാധുനിക ഫ്രണ്ട് ഓഫീസ്, പ്രത്യേക ഇരിപ്പിടങ്ങൾ, ബാത്റൂം സംവിധാനം, വിശാലമായ മീറ്റിംഗ് ഹാൾ, കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം ഉയരുക. കൂടാതെ സെൻട്രലൈസ്ഡ് AC സൗകര്യത്തോടു കൂടിയായിരിക്കും 5 നില കെട്ടിടം പ്രവർത്തിക്കുക. ഓഫീസിലെത്തുന്നവർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലായിരിക്കും പുതിയ മുനിസിപ്പൽ ടവർ ഒരുക്കുന്നതെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് നാടൻ ബോംബെന്നാണ് പ്രാഥമിക നിഗമനം. കരുവാൻകുളം ഗുരുജി റോഡ് സ്വദേശി ബിജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബിജുവിന്റെ ഭാര്യ സംഗീതയും 4 പെൺമക്കളും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബിജു വിദേശത്താണ്. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് കുടുംബം പറഞ്ഞു. വീടിന്റെ ചുമരിലേക്കാണ് എറിഞ്ഞത്. സ്ഫോടനത്തിന്റെ ശബ്ദം 1/2 കിലോമീറ്ററോളം ദൂരം വരെ കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്ഫോടക വസ്തു ഉണ്ടാക്കാനായി ഉപയോഗിച്ച ചരടുകളും മറ്റും സംഭവസ്ഥലത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച കാട്ടുപന്നി തല തകർന്ന് ചത്തു. മുണ്ടത്തിക്കോട് ആളൊഴിഞ്ഞ പറമ്പിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പന്നിശല്യം രൂക്ഷമായ പ്രദേശത്ത് പന്നിവേട്ടയും നിരന്തരം നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. പട്ടാമ്പി സ്വദേശികളായ ഫൈസൽ ബാബു, അബ്ദുൽ നാസർ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപം സ്വീകരിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പ്രതികൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 1000 രൂപയും 10 പവൻ നിക്ഷേപമായി നൽകിയാൽ 1 പവൻ പ്രതിവർഷം ലാഭവിഹിതം നൽകുമെന്നുമായിരുന്നു പ്രതികളുടെ വാഗ്ദാനം. ഇത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് കോടികളാണ് ഇവർ തട്ടിയെടുത്തത്. കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുള്ളതായും പോലീസ് അറിയിച്ചു. ഈസ്റ്റ് ഇൻസ്പെക്ടർ സുജിത് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI പ്രമോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, അരുൺജിത്ത്, വൈശാഖ്, നസീബ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂണിത്തറ കാരക്കാട് തോടിന്റെ സംരക്ഷണത്തിന് സത്വര നടപടിയുണ്ടാകണമെന്ന് ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. രൂക്ഷമായ മലിനീകരണവും അനധികൃത കയ്യേറ്റവും തോടിനെ നാശത്തിലേക്ക് നയിക്കുകയാണ്. മലിനീകരണം മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പാടശേഖര സമിതി പാലക്കാട് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം സബ് കളക്ടർക്കും പരാതി നൽകി. ഷൊർണൂർ നഗരസഭ വാണിയംകുളം പഞ്ചായത്ത് അതിർത്തി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ്
കാരക്കാട് തോട്. കൂനത്തറ, കവളപ്പാറ, കാരക്കാട്, കല്ലിപ്പാടം, ചുടുവാലത്തൂർ എന്നീ പാടശേഖര സമിതികളിലെ 250 ഹെക്ടർ നെൽകൃഷിക്ക് ജലസേചനത്തിനാശ്രയിക്കുന്നത് ഈ തോടിനെയാണ്. വടക്കേക്കര, 26 മൈൽ, ആറാണി, കാരക്കാട്, കല്ലിപ്പാടം, ചുടുവാലത്തൂർ, നമ്പ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും തോടിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ രൂക്ഷമായ മലിനീകരണം മൂലം തോട് നാശഭീഷണിയിലാണ്. അനധികൃത കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. കൂനത്തറ സംസ്ഥാനപാത മുതൽ ഭാരതപ്പുഴ വരെ 10 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ തോടിന്. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് തോട്. നവീകരണ പ്രവൃത്തികൾ നടക്കാത്തതുമൂലവും അനധികൃത കയ്യേറ്റം മൂലവും പല ഭാഗങ്ങളിലും തോട് നാമാവശേഷമായ സ്ഥിതിയാണ്. വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ജൈവ അജൈവ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും വ്യാപകമായി നിക്ഷേപിക്കുന്നത് ഈ തോട്ടിലാണ്. വേനൽ മഴ പെയ്തതോടെ തോട്ടിലെ വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വെള്ളത്തിന് ചുവപ്പും കറുപ്പും നിറമാണ്. രൂക്ഷമായ മലിനീകരണമാണ് ഇതിന് കാരണമെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മലിനീകരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭീഷണിയാണ്. കാരക്കാട് തോട്ടിലെ വെള്ളം ഷൊർണൂർ തടയണയിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണിതെന്നും പാടശേഖര സമിതി ചൂണ്ടിക്കാട്ടി. കാരക്കാട് തോടിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു എന്നിവർ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം സബ് കളക്ടർക്കും പരാതി നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി നടപ്പാക്കുന്ന മത്സ്യകൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട്ട് കൃഷിയിലെ മീനുകളാണ് ചത്തുപൊന്തിയത്. ബുധനാഴ്ച രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഖദീജ ബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി, 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. അതോടുകൂടി 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. എല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5.5-6 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം. ഫ്രീസർ മേടിച്ച് ഇതെല്ലാം വയറിംഗ് ഒക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് റാമ്പുണ്ടാക്കി എല്ലാതും കൂടെ ചെയ്തിട്ടുള്ളതാണ്. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ OA ജെൻട്രിൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ഗുണ്ടായിസം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവത്തിൽ കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ. ഇതിനു മുമ്പ് വന്നവരുടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണമെന്നും അതുവരെ കാത്തുനിൽക്കണമെന്നും കടയുടമ പറഞ്ഞു. ഇതിന് പിന്നാലെയായിരുന്നു യുവാക്കൾ അസഭ്യം വിളിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തെ തുടർന്ന് കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് എത്തും മുമ്പ് പ്രതികൾ കടന്നു കളഞ്ഞു. കടയിലുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് യുവാക്കളെക്കുറിച്ച് സൂചന കിട്ടിയെന്നും ഉടൻ പിടികൂടുമെന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CITU ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി ശുചീകരണ യജ്ഞം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 7 മണിക്കാണ് ശുചീകരണ യജ്ഞം ആരംഭിച്ചത്. ഷൊർണൂർ SMB ജംഗ്ഷനിൽ നിന്നാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. മെയ് 30 CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. രൂപം കൊടുക്കാൻ വേണ്ടി നേരത്തെ കൊടുത്ത സഹായങ്ങൾ ഈ തൊഴിലാളി വിരുദ്ധ നടപടികളുമായിട്ട് ATC പോകരുത് എന്ന് ശക്തമായി വാദിച്ചെങ്കിൽ പോലും അതിനൊന്നും മുഖവിലക്കരിക്കാതെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്ക് മുടപിടിക്കുന്ന ഒരു സമീപനമാണ് അങ്ങനെ ATC അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CPI
CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവീനർ വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കുളപ്പള്ളി ടൗണിൽ ശുചീകരണം നടത്തി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി അംഗം P മണി അധ്യക്ഷത വഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി MC ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ഗവൺമെന്റ് പ്രസും പരിസരവും ശുചീകരിച്ചു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. 54 കൊല്ലത്തിനുള്ളിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം CITU മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഐക്യത്തിന്റെ മുദ്രാവാക്യമാണ്. തൊഴിലാളി വർഗ ഐക്യത്തിന്റെ മുദ്രാവാക്യമാണ്. വർഗ സമരത്തിന്റെ മുദ്രാവാക്യമാണ്. തൊഴിലാളി വർഗത്തിന്റെ ഐക്യത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായി ഇന്ന് EMS ഒഴിച്ചുള്ള എല്ലാ തൊഴിലാളികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തിലെ CITU പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. VT രാധാമണി അധ്യക്ഷത വഹിച്ചു. C ശിവദാസ്, R പുഷ്പരാജൻ, KK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്നതിനായി ഓറിയന്റേഷൻ പ്രോഗ്രാം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി, കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ചത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, NCC കേഡറ്റുകൾ, മറ്റു വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രശ്മി അധ്യക്ഷയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ്, അക്കാദമിക് കോർഡിനേറ്റർ P താഹിറ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ക്ലാസിന് നേതൃത്വം നൽകി. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തന്റെ വേറിട്ട ശബ്ദമാധുരിയിലൂടെ കഥകളി ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കലാനിലയം ഉണ്ണികൃഷ്ണന്റെ അവസാന അരങ്ങിന് സാക്ഷ്യം വഹിച്ച് കേരള കലാമണ്ഡലം. നിള ക്യാമ്പസിൽ സംഘടിപ്പിച്ച കലാസാഗർ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ നടന്ന കഥകളി അവതരണത്തിലെ പിന്നണി ആലാപനത്തോടെയാണ് തന്റെ 61 വർഷം നീണ്ടുനിന്ന പിന്നണി ആലാപന സബര്യയ്ക്ക് കലാനിലയം ഉണ്ണികൃഷ്ണൻ വിരാമമിടുന്നത്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നു, അത്രമാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് കലാനിലയം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടമിടറുന്നുണ്ടായിരുന്നു. കഥകളി അവതരണ അരങ്ങിലെ ഉണ്ണികൃഷ്ണന്റെ ആലാപന മാധുര്യം പച്ചയും കത്തിയും അണിഞ്ഞ അരങ്ങിലെ കഥാപാത്രങ്ങളുടെ ആന്തരിക ബാഹ്യ സംഘർഷങ്ങളിലേക്കാണ് ഓരോ അനുവാചകനെയും കൂട്ടിക്കൊണ്ടു ചെന്നത്. തന്റെ 12ാമത്തെ വയസ്സിൽ കഥകളി പഠിക്കാനായി ഇരിഞ്ഞാലക്കുട കലാനിലയത്തിൽ ചേർന്ന ഉണ്ണികൃഷ്ണൻ 2 വർഷം കഥകളി പഠിച്ചെങ്കിലും പിന്നീട് കഥകളിയിലെ സംഗീതത്തിലേക്ക് മാറുകയായിരുന്നു. കലാമണ്ഡലം എംബ്രാന്തിരിയുടെ ശിഷ്യനായും സഹഗായകനായും നിരവധി കാലം പ്രവർത്തിച്ചു. 15ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഉണ്ണികൃഷ്ണൻ 21ാമത്തെ വയസ്സിൽ കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപകനായാണ് ജോലിയിൽ പ്രവേശിച്ചത്. 1980 പ്രൊഫസറായും 2004 വൈസ് പ്രിൻസിപ്പലായും വിരമിച്ചു. ഇതിനോടകം കലാമണ്ഡലം ഹൈദരലി, കലാമണ്ഡലം ഗോപി എന്നിവരുടെ ഒപ്പവും ഗാനം ആലപിച്ചു. താൻ പാടുന്നതിനനുസരിച്ച് ഗോപി ആശാൻ മുദ്രകൾ കാണിക്കുന്നതാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയെന്ന് പറഞ്ഞിരുന്ന കലാനിലയം ഉണ്ണികൃഷ്ണൻ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ നടന്ന കുചേലവൃത്തം കഥകളിയിൽ കുചേലനായുള്ള കലാമണ്ഡലം ഗോപിയുടെ പകർനാട്ടത്തിന് പിന്നണി പാടിയാണ് തന്റെ 61 വർഷം നീണ്ടുനിന്ന പിന്നണി ആലാപന അവതരണത്തിന് വിരാമമിട്ടത്. ഗോപി ആശാന്റെ അനുഗ്രഹവും വാങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലത്തിന്റെ പടി ഇറങ്ങിയത്. എനിക്കും 76 വയസ്സായി. അപ്പോൾ ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നല്ല വേദി എനിക്കിത് ഒത്തുകിട്ടിയപ്പോൾ ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം എന്നെ ഇവിടം വരെ എത്തിച്ചില്ല, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഗോപാക്ഷൻ്റെ ഈ അരങ്ങത്തോടു കൂടി ഞാൻ അരങ്ങുപാട്ട് നിർത്തുകയാണ്. ഞാൻ പാട്ട് നിർത്താനല്ല, അരങ്ങുപാട്ട് നിർത്തുകയാണ്.
അത് ഒരു നല്ല തെളിവത്തോടെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. വിചാരിച്ചാൽ മതി അത് ഗുരുവാച്ചനെ വേഷമാവുക. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിലെ നാടൻ പാട്ട് കലാകാരൻ നിജിലിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ കൂട്ട് കലാവേദി തിരുവോര പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ബക്കറ്റ് പിരിവിലൂടെ പരമാവധി തുക സമാഹരിക്കാനാണ് നാടൻ പാട്ടുകൂട്ടത്തിന്റെ ശ്രമം. ബക്കറ്റ് പിരിവിലൂടെ സമാഹരിക്കുന്ന തുക നിജിൽ ചികിത്സാ സഹായനിധിയിലേക്ക് നൽകാനാണ് കൂട്ടുകലാവേദിയുടെ തീരുമാനം. കൂട്ടുകലാവേദിയിലെ നാടൻപാട്ട് കലാകാരൻ കൂടിയാണ് നിജിൽ. ചൊവ്വാഴ്ച വൈകുന്നേരം കൂനത്തറ ടൗണിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപൂർവ രോഗബാധിതനായ ഷൊർണൂർ സ്വദേശിയും നാടൻപാട്ട് കലാകാരനുമായ 19 വയസ്സുള്ള നിജിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് 80 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചെറുതുരുത്തി, മുള്ളൂർക്കര എന്നിവിടങ്ങളിൽ കൂട്ടുകലാവേദി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കുളപ്പുള്ളി, ഓങ്ങല്ലൂർ, പട്ടാമ്പി, കൂറ്റനാട് എന്നീ പ്രദേശങ്ങൾക്ക് പുറമെ അവസാന ദിവസം ഷൊർണൂരിൽ മെഗാ ഇവന്റായി പരിപാടി സംഘടിപ്പിക്കുമെന്ന് കൂട്ടുകലാവേദി മാനേജർ രാജേഷ് പോൾ പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതിൻ്റെ ചികിത്സാ സഹായത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇനി നാളെ കുളപ്പുള്ളിയുണ്ട്. പിന്നീട് അങ്ങോട്ട് ആരെല്ലാമാണോ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്ക് സൗണ്ട് സിസ്റ്റവും മറ്റും സഹകരിച്ച് തരുന്നത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നാളെ കുളപ്പുള്ളിയുണ്ട്, ഓങ്ങല്ലൂർ, വാണിയകുളം, ഒറ്റപ്പാലം, പട്ടാമ്പി, ഏറ്റവും അവസാനം ഷൊർണൂരിൽ ഒരു മെഗാ ഇവൻ്റായിട്ട് പരിപാടി സംഘടിപ്പിച്ച് പണം സമാഹരിക്കുമെന്നാണ് കൂട്ടുകലാവൻ ആലോചിക്കുന്നത്. കലയോട് അത്ര സ്നേഹമുള്ള ഇതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഭാഗത്തുണ്ടാകുമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. സെക്രട്ടറി അഖിലേഷ്, അംഗങ്ങളായ ജിനീഷ്, ശ്രീജിത്ത്, ബാബുരാജ് ഷൊർണൂർ, കൂറ്റനാട്, തിരുവരങ്കൻ, ഫോക്ക് കലാകാരൻ ജയൻ വാവനൂർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അത് യാഥാർത്ഥ്യമാക്കാനും പൊതുജനങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണമായത് ഭദ്രം പദ്ധതി തന്നെയാണ്. കാരണം ഭദ്രം പദ്ധതി അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും. ഒരു വ്യാപാരി മരിക്കുമ്പോൾ അയാളുടെ വർഗമോ വർണ്ണമോ കുലമോ ഒന്നും നോക്കാതെ അയാളെ സഹായിക്കാനുള്ള മനസ്സുള്ള 10,000-കണക്കിന് വ്യാപാരികളാണ് ഇന്ന് ഈ സംഘടനയുടെ ശക്തി. പരിപാടിയിൽ വെച്ച് ദീർഘകാലം ജനറൽ സെക്രട്ടറിയായി ചുമതല വഹിച്ചിരുന്ന PAM അഷ്റഫിന് യാത്രയപ്പും നൽകി. ചടങ്ങിൽ വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി PAM അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ നന്ദകുമാർ കണക്കവതരണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ്, മറ്റു നേതാക്കളായ TM യൂസഫ്, M അബ്ദുൾ റഹ്മാൻ, CH മുസ്തഫ, DY അഷ്റഫ്, കൃഷ്ണകുമാർ, KB വിനോദ് സാഗർ, PH അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PAM അഷ്റഫ് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി KK സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി G ഹരിദാസിനെയും ജനറൽ സെക്രട്ടറിയായി KK സുരേഷ് ബാബുവിനെയും ട്രഷററായി നന്ദകുമാറിനെയും തിരഞ്ഞെടുത്തു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വേങ്ങശ്ശേരി അകവണ്ട 8ാം വാർഡിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡംഗം PB ധന്യ നിർവഹിച്ചു. ഈ വർഷവും നമ്മൾ അകവണ്ട വാർഡ് വികസന സമിതിയുടെ ഭാഗമായി ഈ വർഷവും അതേ പരിപാടി തുടർന്ന് വരികയാണ്. നമ്മുടെ വാർഡിൽ മാത്രമല്ല
നമ്മുടെ തൊട്ടു കിടക്കുന്ന വാർഡിലും ഈ പരിപാടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമായി ക്യാഷ് കൊടുത്തിട്ടും സ്പോൺസറെ കണ്ടുകൊണ്ടും നമ്മൾ ഈ പരിപാടി മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ വർഷം നമ്മൾ 100 കുട്ടികൾക്കാണ്. പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ നെച്ചിക്കാട്ടിൽ മണികണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധന്യ നെച്ചിക്കാട്ടിൽ, മണികണ്ഠൻ എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. എ സഹദേവൻ, കെ രാമകൃഷ്ണൻ, പി എം ശ്രീധരൻ, ടി അനീഷ്, കെ മുരളീധരൻ, കെ സി ചന്ദ്രൻ, പി അജീഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പ്രധാനപ്പെട്ടത് പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ പഠനം തന്നെയാണ്. നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അക്കാഡമിക് ലൈഫ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ആർട്സ്, സ്പോർട്സ്, പിന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഈ 2 കാര്യങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു വലിയ ജീവിതം നടത്താം. ഒരു മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത്. ചടങ്ങിൽ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തഹസീൽദാർ ബിന്ദു, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദ് മുഹമ്മദ്, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും നടന്നു. ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന പരിപാടി മുൻ വൈസ് ചാൻസലർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ഞാൻ കലാമണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം ഈ മേളപ്പദം പ്രസിദ്ധീകരിച്ചെന്നും ബാബുദാസിനെ കൊണ്ട് സൗകര്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു എന്നതുമാണ്. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ അദ്ദേഹത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരെ ഈ മേളപ്പദം വായിക്കണം. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ NP വിജയകൃഷ്ണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം KB രാജാനന്ദ്, V കലാധരൻ, കലാമണ്ഡലം നാരായണൻ നായർ, അനിയൻ മംഗലശ്ശേരി, മുരളീധരൻ മാസ്റ്റർ, സെക്രട്ടറി രാജൻ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെള്ളിനേഴി ആനന്ദ് നന്ദി അറിയിച്ചു. കലാനിലയം ഗോപി, കലാമണ്ഡലം സുകുമാരൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ, മാർഗി രത്നാകരൻ, മാർഗി രവീന്ദ്രൻ നായർ, രഞ്ജിത്ത് തൃപ്പൂണിത്തറ, കലാമണ്ഡലം ഡോക്ടർ കനകകുമാർ, സരിത കൃഷ്ണകുമാർ, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ, സരിത കലാക്ഷേത്ര, കലാമണ്ഡലം ശ്രീരേഖാജി നായർ, ആറങ്ങോട്ടുകര ശിവൻ, കല്ലുവടി ബാബു, കല്ലേക്കുളങ്ങര ബാബു, തുറവൂർ വിനീഷ് കമ്മത്ത്, കാട്ടുകുളം ജയൻ, തൃപ്പാളൂർ ശിവൻ എന്നിവർക്കാണ് കലാസാഗർ പുരസ്കാരം സമർപ്പിച്ചത്. പുരസ്കാര സമർപ്പണത്തിനു ശേഷം കുജേലവൃത്തം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പെരിങ്ങോട്ടുകുറിച്ചി ICDS സൂപ്പർവൈസർ കുമാരിക്ക് യാത്രയയപ്പ് നൽകി. പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും സംയുക്തമായാണ് യാത്രയയപ്പ് നൽകിയത്. വളരെ ഒരു എന്താ പറയുക, പാവം പിടിച്ച പോലെ അത്രയും ശാന്തമായ ഒരാളാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പറയുന്നു, പെട്ടെന്ന് ആൾക്ക് സങ്കടം വരിക, നമ്മളടുത്ത് ദേഷ്യപ്പെടാവുന്നു. ഇതുവരെയും 1.5 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു അനുഭവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല. വളരെ നല്ല രീതിയിൽ വന്നിട്ട് തന്നെ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സേവനം ഈ 1.5 വർഷം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വലുത് തന്നെയായിരുന്നു. 3.5 പതിറ്റാണ്ടിന്റെ വിശിഷ്ട സേവനത്തിനു ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന കുമാരിക്ക് നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ മുൻ MLA AV ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ER രാമദാസ്, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന കുമാരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കുമാരി മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടി പേരൂർ പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ജനമൈത്രി പോലീസും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും രാജേഷ് കുമാർ IPS ഉദ്ഘാടനം ചെയ്തു.
പരിപാടിയിൽ പി പാഞ്ചാലി അധ്യക്ഷയായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവി, അജീഷ്, AP ഫാസിൽ, സദീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിരമിക്കുന്ന പോലീസ് സർജൻ ഡോക്ടർ PB ഗുജ്റാൾ, അഡീഷണൽ SP KL രാധാകൃഷ്ണൻ എന്നിവർക്ക് പാലക്കാട് പൗരാവലി യാത്രയയപ്പ് നൽകും. ഇരുവരും നൽകിയ വിപുലമായ സംഭാവന മാനിച്ചാണ് യാത്രയയപ്പ് ഒരുക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് സേനയ്ക്കും പൊതുസമൂഹത്തിനും വലിയ സംഭാവന നൽകിയ ഡോക്ടറാണ് PB ഗുജ്റാളെന്ന് പൗരാവലി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. മികച്ച സംഘാടകനും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനുമാണ് വിരമിക്കുന്ന അഡീഷണൽ SP രാധാകൃഷ്ണൻ. രണ്ടുപേരുടെയും സേവന മനോഭാവം വിലയിരുത്തിയാണ് യാത്രയയപ്പ് നൽകുന്നതെന്ന് പൗരസമിതി ഭാരവാഹി നിഖിൽ കൊടിയത്തൂർ പറഞ്ഞു. ജില്ലാ പോലീസ് ഉപമേധാവിയായി പ്രവർത്തിക്കുന്ന ശ്രീ KL രാധാകൃഷ്ണൻ സാറും ഈ 31-ാം തീയതി വിരമിക്കാണ്. അവർക്ക് പാലക്കാടിന്റെ ഒരു സ്നേഹം, ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച നന്മ നിറഞ്ഞ അവരുടെ സേവന സന്നദ്ധതകൾ അംഗീകാരമായി ഒരു സ്നേഹോഷ്മളമായ യാത്രയും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് പൗരാവലിയും MA ഫൗണ്ടേഷനും JCയും എല്ലാം ചേർന്നിട്ടാണ്. അത് നാളെ വൈകുന്നേരം 5 മണിക്ക് സൂര്യലക്ഷ്മി കൺവെൻഷൻ സെന്ററിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുജറാൾ സാർ തന്നെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം സൗഹൃദമാവുകയും അതിലൂടെ ഈ കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയൊക്കെ വലിയ നേതൃത്വം കൊടുക്കുകയും അതുപോലെ DCRP DYSP ആയിരുന്ന സമയത്ത് ഒരുപാട് LP വാറണ്ട് പെൻഡിംഗ് ഉള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവ് നടത്തുകയും SP-യുടെ നിർദ്ദേശപ്രകാരം ഏകദേശം 630ഓളം പ്രതികളായിരിക്കുന്ന കേസിൽ നിന്ന് മാറി ഒളിഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലൊക്കെ നേടുകയും ചെയ്ത ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. KVBES മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് KJ മുഹമ്മദ് ഷമീർ, JCI ഭാരവാഹികളായ ഹിതേഷ് ജെയിൻ, A സമീറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ മെയ് 31 വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. SSLC +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുമുള്ള ദിശാബോധം നൽകുന്നതിനുമായാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SSLC +2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുമുള്ള ദിശാബോധം നൽകുന്നതിനായാണ് മെയ് 31 മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനുമായ M ഷാജർ ഉദ്ഘാടനം ചെയ്യും. CG ആൻഡ് AC ഫാക്കൽറ്റി T ഹാഷിമ ക്ലാസ് നയിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആഹ്വാനം ചെയ്യുന്നു. കരിയർ മാപ്പ് എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര്. ഡിവൈഎഫ്ഐയുടെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും നേതൃത്വം കൊടുത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പുതിയ കോഴ്സുകൾ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അടക്കം പരിചയപ്പെടുത്തുന്ന നിലയ്ക്ക് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കരിയർ മാപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കരിയർ നാവിഗേറ്റർമാരെ തന്നെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടാമ്പിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 31 രാവിലെ 9 മണിക്ക് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കരിയർ മാപ്പ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി AN നീരജ്, വൈസ് പ്രസിഡന്റ് VS അനുജ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാർ മേഖലയോട് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ്. സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. ബാർ ഉടമകളോട് കാണിക്കുന്ന അനുകമ്പ വിദ്യാർത്ഥികളോട് സർക്കാരിനില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയോടുള്ള ചിറ്റമ്മ നയം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. പെരിഞ്ഞനം ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം. പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുടമകളുടെ പേരുസഹിതം പ്രദർശിപ്പിച്ചു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ രാജി. AV ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. AVയുടെ സമ്മർദ്ദ തന്ത്രമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച V രവീന്ദ്രൻ. AV ഗോപിനാഥിന്റെ നിലപാടുകൾ തികഞ്ഞ രാഷ്ട്രീയ നന്ദികേടെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഞ്ചനാ രാഷ്ട്രീയം പെരിങ്ങോട്ടുകുറിശിയിൽ വിലപ്പോകില്ലെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ.
കൊടുങ്ങല്ലൂരിൽ 12-കാരന്റെ മുങ്ങിമരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനാപ്പുഴ കാവിൽക്കടവ് സ്വദേശി ജാക്സന്റെ മകൻ ഷോണിനെ. ആത്മഹത്യാക്കുറിപ്പിൽ ഷോൺ പഠിക്കുന്ന സ്കൂളിന്റെ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്ന സൂചന. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത് ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രി ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിത ഇടപെടൽ. പൂണിത്തറ കാരക്കാട് തോട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാർഷിക ആവശ്യത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും സഹായകരമായ തോട് മലിനം. രൂക്ഷമായ മലിനീകരണവും കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായെന്ന് കർഷകർ. നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി നൽകിയതായി ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. ഭീതിയോടെ തൃശൂർ കോടശ്ശേരി രണ്ടുകൈ പ്രദേശം. മതിലകം തൃപ്പേക്കുളം കനാലി കനാലിൽ വളർത്തുമത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച പന്നി തല തകർന്നു ചത്ത സംഭവത്തിൽ വനവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കം. 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നത് 5 നില കെട്ടിടം. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് നഗരസഭ അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.